പല കടകളുടെ മുന്നിൽ, പ്രത്യേകിച്ച് IT പാർക്കുകളുടെ മുന്നിൽ, അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ചായത്തട്ടുകളുടെ മുന്നിലെല്ലാമുള്ള കാഴ്ചയാണ്. ചെറുപ്പക്കാർ നല്ല ചൂട് ചായ വാങ്ങി കുടിക്കുന്നു, കയ്യിലൊരു സിഗരറ്റും കാണും. ചൂട് ചായയും കുടിക്കുന്നു, സിഗരറ്റും വലിച്ചു വിടുന്നു. പലപ്പോഴും ഓവറായിട്ട് സ്ട്രെയിൻ വരുന്ന സമയത്ത് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ്, ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൂട് ചായയും സിഗരറ്റും വലിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇത് നിങ്ങളെ വളരെ പെട്ടെന്ന് ക്യാൻസർ രോഗികളാക്കും. ഒരു സംശയവും വേണ്ട. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നല്ല ചൂട് ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് രുചിയൊക്കെ തന്നെ, പക്ഷേ ഈ ചൂട് നിങ്ങളുടെ വായ്ക്കകത്തുള്ള കോശങ്ങൾക്കത് ചെറിയ തോതിൽ പൊള്ളലുണ്ടാക്കുന്നുണ്ട്. ചൂട് ചായ കുടിച്ചിറക്കുന്ന സമയത്ത് തൊണ്ടക്കുഴിയിൽ, നമ്മുടെ ഫാരിങ്സിനകത്ത്, ലാരിങ്സിന്, അതേപോലെ അന്നനാളത്തിനകത്തേക്ക്, അന്നനാളം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്ന പൈപ്പാണ്, അതിനകത്തെല്ലാം ചെറിയ തോതിൽ ഈ ചൂടുള്ള ചായ ചെറിയ പൊള്ളലേൽപ്പിക്കും. സാധാരണഗതിയിൽ പൊള്ളൽ ഉണ്ടായിരുന്നാലും വളരെ പെട്ടെന്ന് മറ്റു കോശങ്ങൾ അവയെ റീപ്ലേസ് ചെയ്ത് നോർമലായിട്ട് പോകും. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ചൂട് ചായയും കുടിച്ച് തൊട്ട് പുറകെ സിഗരറ്റും കൂടെ വലിക്കുന്ന സമയത്ത് സിഗരറ്റിനകത്തുള്ള വളരെ അപകടകരമായിട്ടുള്ള നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ഈ പുക വളരെ പെട്ടെന്ന് നമ്മുടെ തൊണ്ടയിലും വായ്ക്കകത്തും പോയി ഈ കോശങ്ങളിൽ ഇൻഫ്ലമേഷൻ മാറാതെ നിൽക്കുന്നതിന് കാരണമാകും. പലരും വിചാരിക്കുന്നത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിലേക്കാണല്ലോ അതിന്റെ പുക പോകുന്നത്, വൈറൽ പ്രശ്നമില്ലല്ലോ എന്ന്. അങ്ങനല്ല. ഈ നിങ്ങൾ വലിച്ചു കയറ്റുന്ന സിഗരറ്റിന്റെ പുകയുടെ ഏകദേശം 30% പോകുന്നത് നമ്മുടെ ആമാശയത്തിലേക്കാണ്. നിങ്ങൾ കുടിക്കുന്ന ചായയോടൊപ്പം തന്നെ ഈ പുകയും നമ്മുടെ ആമാശയത്തിലേക്ക് എത്തും. ഉറപ്പാണ് ഇത് അന്നനാളത്തിലാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. വായയിലും ക്യാൻസർ ഉണ്ടാക്കാം, തൊണ്ടയിലും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകും. ക്യാൻസർ മാത്രമല്ല ഈ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്, ശ്വാസകോശത്തിനകത്തും ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. വളരെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. നിങ്ങൾക്ക് ചൂട് ചായ കുടിക്കണമെങ്കിൽ കുടിക്കുക, പ്രോബ്ലം ഇല്ല. ചൂടൊന്ന് കുറച്ച് ഒന്ന് തണുപ്പിച്ച് ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ കുടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. തിളച്ച ചായ ഊതി കുടിക്കാതിരിക്കുക. സിഗരറ്റ് യാതൊരു കാരണവശാലും ഇതിന്റെ ഒപ്പം ഉപയോഗിക്കരുത്. സിഗരറ്റും ചായയും ആസ്വദിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.